നമസ്കാരം. എന്റെ മെസ്സേജുകൾ കേട്ടതിന് ശേഷവും എന്റെ മെസ്സേജുകൾ കേൾക്കുന്നതിന് മുന്നമേയും പല പേടിപ്പിക്കുന്ന സ്വപ്നങ്ങൾ കാണുന്നതായിട്ട് പലരും എന്നെ വിളിച്ച് പറയുന്നുണ്ട്. പലരും എന്റെ മെസ്സേജുകൾ കേട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറച്ച് അറിവ് വന്നതിന് ശേഷമാണ് ഇങ്ങനെയുള്ള ചില സ്വപ്നങ്ങൾ കാണുന്നത്. അത് പ്രധാനമായിട്ടും ഈ വെള്ളം കയറി നമ്മുടെ ഭൂമിയിൽ പല സ്ഥലത്തും മുങ്ങിപ്പോകുന്നതും, ആൾക്കാരെല്ലാവരും അലമുറയിട്ട് നിലവിളിച്ച് വെള്ളത്തിൽ മുങ്ങി മരിച്ചു പോകുന്നതും, ഒരുപാട് സ്ഥലങ്ങളിൽ കടലൊക്കെ കയറി വരുന്നതായിട്ടും, ഇങ്ങനെയൊക്കെയുള്ള പല രീതിയിലും ഈ വെള്ളം കൊണ്ടുള്ളൊരു നാശം പലരും സ്വപ്നം കാണുന്നുണ്ട്. പക്ഷേ ഈ കാണുമ്പോൾ ഇത് ഞാനും പണ്ട് പല ആവർത്തി കണ്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഈ സ്വപ്നം കാണുന്ന വ്യക്തി, ആ വ്യക്തി മാത്രം ഇതിൽ നിന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് മാറുന്നു എന്ന രീതിയിലാണ് പലരും സ്വപ്നം കാണുന്നത്. അപൂർവം ചിലര് ആ വെള്ളത്തിൽ മുങ്ങി മരിച്ചു പോകുന്നു എന്ന രീതിയിലും കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ വെച്ച് പലരും എന്നോട് ചോദിക്കുന്നത്, ഇങ്ങനെ ശരിക്കും സംഭവിക്കുമോ? അപ്പൊ ഞാൻ എന്റെ മെസ്സേജിലൂടെയൊക്കെ ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾ സംഭവിക്കും എന്ന് പറയുന്നുണ്ട്, അത് എപ്പോ സംഭവിക്കും എന്ന രീതിയിലാണ് പലർക്കും സംശയം. ഇതേപോലുള്ള കാഴ്ചകൾ എല്ലാ മതത്തിലുള്ള ഈ ദൈവികമായ രീതിയിൽ നിൽക്കുന്ന പലർക്കും ഉണ്ട്. പ്രത്യേകിച്ചും ഈ മതങ്ങളിൽ മറ്റുള്ളവരെയൊക്കെ സഹായിക്കാനായിട്ട് ദൈവത്തിന് വേണ്ടി ഉള്ള ജോലി എന്ന രീതിയിൽ നിൽക്കുന്ന കുറച്ച് ദൈവവുമായി കണക്ഷനുള്ള പലർക്കും ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ നിരന്തരം കാണാറുണ്ട്. ഇതൊക്കെ കണ്ടതുകൊണ്ടാണ് അവർ യൂട്യൂബിലൂടെയൊക്കെ ഭയങ്കരമായ നാശങ്ങൾ സംഭവിക്കാൻ പോകുന്നു, യുദ്ധം വരാൻ പോകുന്നു, അത് വരാൻ പോകുന്നു, ഇത് വരാൻ പോകുന്നു, രോഗങ്ങൾ വരാൻ പോകുന്നു എന്നൊക്കെ പറയുന്നതിന്റെ കാരണം ഇങ്ങനെയുള്ള കാഴ്ചകൾ അവർ കാണുന്നത് കൊണ്ടാണ്. അല്ലാതെ വെറുതെ ആൾക്കാരെ പേടിപ്പിക്കാനായിട്ട് തട്ടിവിടുന്നതല്ല. പക്ഷെ ഇതൊക്കെ സംഭവിക്കുമോ എന്ന് ചോദിച്ചാൽ സംഭവിക്കും. ഞാൻ ഈ കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ച് ചോദിക്കുമ്പോൾ എന്നിലൂടെ എനിക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഇതൊക്കെ സംഭവിക്കും. പക്ഷേ ഇത് എല്ലാം കൂടെ ഒറ്റ അടിക്ക് സംഭവിച്ച് ഭൂമി മൊത്തം അങ്ങ് ഒരു നശീകരണം അല്ല ശരിക്കുള്ള പ്ലാൻ. പല ഭാഗത്തും ഇനി ഈ വിധ കാര്യങ്ങൾ ഒരേ സമയത്ത് തന്നെ പല രീതിയിലും സംഭവിക്കും. ഇപ്പോൾ ഒരിടത്ത് വെള്ളപ്പൊക്കമാണെങ്കിൽ വേറൊരിടത്ത് ചൂടായിരിക്കും, തീപ്പൊള്ളിലേറ്റും, അല്ലെങ്കിൽ ക്ഷാമം പോലുള്ള കാര്യങ്ങളായിരിക്കും, വേറൊരു സ്ഥലത്ത് ചുഴലിക്കാറ്റായിരിക്കും, വേറൊരു സ്ഥലത്ത് മഹാമാരിയായിരിക്കും. ഇങ്ങനെ ഓരോരോ ഭാഗങ്ങളിലൂടെ പല രീതിയിലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ സംഭവിക്കും. പക്ഷെ ഞാൻ ചോദിച്ചു, ഈ വെള്ളം കയറുന്നതായിട്ടാണല്ലോ സ്ഥിരം കാണുന്നത്. വെള്ളം കയറി നശിക്കുന്നു, ആദ്യം മുട്ടോളം വെള്ളം കയറി തന്നെ തിരിച്ചിറങ്ങി പോകുന്നു, പിന്നെ വയറോളം നെഞ്ചോളം വെള്ളം കയറി വരുന്നു, വെപ്രള പിടിക്കുമ്പോഴത്തേക്ക് അത് തിരിച്ചിറങ്ങി പോകുന്നു, പിന്നെ തല മുഴുവൻ മുങ്ങുന്ന രീതിയിൽ വെള്ളം കയറുന്നതായിട്ട് കാണിക്കുന്നു. ഇങ്ങനെ പല പ്രാവശ്യം പല രീതിയിലാണ് എനിക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പൊ അത് വെച്ച് ഞാൻ ചോദിക്കുമ്പോൾ ദൈവം പറഞ്ഞിരിക്കുന്നത്, ഈ വെള്ളം കയറുക എന്ന് പറയുന്നത് മനുഷ്യരെ ശിക്ഷിച്ച് നന്നാക്കി എടുക്കുന്ന രീതിയിലുള്ള പ്രക്രിയയാണ് ഈ വെള്ളം കയറുക എന്ന് പറഞ്ഞ് കാണിച്ചു തരുന്നത്. അതേസമയം ഞാൻ ഭൂമി ഉലുക്കവും അഗ്നി പർവ്വതം പൊട്ടുന്നത്, ഭൂമിയുടെ അടിയിൽ നിന്ന് ലാവ ഒഴുകി മനുഷ്യരെ അതിൽ മരിച്ചു പോകുന്ന രീതിയിലുള്ള ഒരുപാട് സ്വപ്നങ്ങൾ പല ആവർത്തി കണ്ടിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ദൈവകോപം, അതായത് നശീകരണത്തിന്റെ ഒരു സ്റ്റേജാണ് കാണിച്ചു തരുന്നത്. അപ്പൊ ഇത് രണ്ടും ഇനി അങ്ങോട്ട് ഭാവിയിൽ നടക്കും. പക്ഷെ ആദ്യം ഒരുപാട് നാള് ഈ പരിപാലനത്തിന്റെ സ്വഭാവത്തിന്റെ രീതിയിലായിരിക്കും കാര്യങ്ങൾ നടക്കുന്നത്. അതിനാണ് ഈ വെള്ളം കയറുന്നു എന്ന് പറഞ്ഞ് കാണിച്ചിരുന്നത്. വെള്ളത്തിലും തീരൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്, പിന്നീടുള്ള മെസ്സേജിലൊക്കെ പറഞ്ഞുതരാം. അപ്പൊ വെള്ളത്തിന് ദൈവം ഉദ്ദേശിക്കുന്നത് ഇതാണ്, അല്ലാതെ വെള്ളം തന്നെ കയറും എന്നല്ല. കഷ്ടങ്ങളും പ്രശ്നങ്ങളും നമുക്ക് വരും എന്നതാണ് അതിന്റെ അർത്ഥം. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ കഷ്ടങ്ങൾ പ്രശ്നങ്ങൾക്ക് കാരണം നമ്മുടെയൊക്കെ കയ്യിൽ, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്ന കർമ്മത്തിന്റെ ഫലങ്ങളാണ്. ഈ ഫലങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ചില കഷ്ടങ്ങൾ പ്രശ്നങ്ങൾ വരുന്നത്. പക്ഷെ ഈ എന്ത് കാരണം കൊണ്ടാണ് നമുക്ക് ഈ കഷ്ടം വരുന്നത് എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ് നമ്മൾ അവിടെ ഒരു മാറ്റം വരുത്തിയാൽ ഈ കഷ്ടം നമുക്ക് അനുഭവിക്കേണ്ടി വരില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ പ്രകൃതി വ്യവസ്ഥകളും കാര്യങ്ങളൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ് എവിടെയാണോ നിങ്ങൾ ക്ലിയർ ആവേണ്ടത് അത് ക്ലിയർ ആവാനാണ്. പ്രത്യേകിച്ചും ഇങ്ങനെ വെള്ളം കയറുന്നു, നശിക്കുന്നു, അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുന്നു എന്നൊക്കെ കാണിച്ചു തരുന്ന വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങൾ അതികർശനമായി സൂക്ഷിച്ചോളണം. ആദ്യ ഫലം വിളഞ്ഞ പഴങ്ങളാണ് നിങ്ങളെന്ന് മനസ്സിലാക്കണം. നിങ്ങൾക്കായിരിക്കും ആദ്യം ഈ പരീക്ഷണങ്ങളും ഇങ്ങനെയുള്ള ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നതെന്നുള്ള മുന്നറിയിപ്പ് നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പൊ ചിലർക്ക് അങ്ങനെ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി. കുറച്ചാൾ കഴിയുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ ആത്മീയമായി വളർന്നു കഴിയുമ്പോൾ നിങ്ങൾക്കും ഇങ്ങനെയുള്ള ദർശനങ്ങൾ കാണിച്ചു തന്നിട്ട് ഇതൊരു അറിയിപ്പാണ്, അറിയിപ്പിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്കും അങ്ങനെയുള്ള വിഷയങ്ങളും പ്രശ്നങ്ങളും വരും. ഇത് വരുന്നത് നശിച്ചു പോകാനല്ല, പക്ഷെ ഇതിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടും എന്നതാണ്
നിങ്ങൾ അവസാനം ഈ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു, നിങ്ങൾ മരിച്ചില്ല എന്ന് കാണിച്ചിരുന്നതിന്റെ കാരണം നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടണം എന്നൊരു മുന്നറിയിപ്പ് പറഞ്ഞിരുന്നതാണ്. അപ്പൊ ഇങ്ങനെ കാണുന്നവർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് അവരവരുടെ കർമ്മത്തെ ശുദ്ധീകരിക്കാൻ നോക്കുക. എവിടെയൊക്കെയോ എന്തൊക്കെയോ തെറ്റിപ്പോയിട്ടുണ്ട്. ഇത് മെയിനായിട്ടും ഈ കഴിഞ്ഞുപോയ ജന്മത്തിന്റെയൊന്നും അല്ല ഇപ്പൊ ഈ കാണിച്ചിരുന്നത്. ഇപ്പൊ സൃഷ്ടാവായ ദൈവത്തിൽ നിന്ന് വന്ന എല്ലാ അവതാര പുരുഷന്മാരെ, യേശുവിനെയും മുഹമ്മദ് നബീനെയും ഒക്കെ ഒരേപോലെ വിശ്വസിച്ച് സൃഷ്ടാവായ ദൈവത്തിലോട്ട് ഒരാൾ എത്തുന്നുണ്ടെങ്കിൽ അവന്റെ കഴിഞ്ഞ മുൻ ജന്മങ്ങളും അറിവില്ലാതെ പറ്റിയ പാപങ്ങളൊക്കെ ക്ഷമിക്കപ്പെടും. അപ്പൊ ആ വഴിയിലൂടെയൊക്കെ സഞ്ചരിച്ചാൽ നിങ്ങളുടെ മുൻ ജന്മത്തെക്കുറിച്ചൊന്ന് ഓർത്തിനി നിങ്ങൾ പേടിക്കേണ്ട, വിഷമിക്കേണ്ട. പക്ഷെ ഈ ജന്മത്തിൽ, കഴിഞ്ഞ ജന്മത്തിൽ പഠിക്കാതെ വിട്ട എന്തൊക്കെയോ ഈ ജന്മത്തിലും പഠിക്കാതെ വീണ്ടും കർമ്മങ്ങൾ തെറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന സത്യം തിരിച്ചറിയണം. അപ്പൊ അങ്ങനെ തെറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള കഷ്ടങ്ങളിലൂടെ അല്ലെങ്കിൽ ശിക്ഷണത്തിലൂടെ, ശിക്ഷയല്ല ശിക്ഷണം, പഠിപ്പിക്കുന്ന രീതിയാണ്, അതിലൂടെ നിങ്ങളെ കയറ്റി ഇറക്കും എന്നുള്ള ഒരു വാണിംഗ് ആണ് ഈ വെള്ളം കയറുന്നു, നിങ്ങൾ മുങ്ങുന്നു എന്ന് പറയുന്നത്. ഇത് ഭൂമിയിൽ എല്ലാവർക്കും വരും, എല്ലാവരും ഇത് സംഭവിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടണം, അല്ലെ രക്ഷപ്പെടും എന്ന് കാണിച്ചു തരുന്ന ഒരു ശുഭാപ്തി വിശ്വാസം തരണതാണ്. ഇതാണ് ഇതിന്റെ പിന്നിലെ സത്യാവസ്ഥ. ഇനി ചിലർ ഇതിൽ മരിച്ചു പോകുന്നു എന്ന് കാണിച്ചെന്നാൽ അതിനർത്ഥം നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നിങ്ങൾ പെട്ടുപോകാൻ, നശിച്ചു പോകാൻ സാധ്യതയുണ്ട് എന്നാണ് എന്റെ അർത്ഥം. അപ്പൊ അങ്ങനെയുള്ള കൂടുതൽ ജാഗ്രതയോടുകൂടി അങ്ങനെ സംഭവിക്കില്ല എന്ന് പ്രാർത്ഥിച്ച് എത്രയും പെട്ടെന്ന് ഞാൻ നന്നാകും എന്ന് ഉള്ളിൽ ഒരു തീരുമാനം എടുത്തിട്ട് എവിടെയൊക്കെയാണോ വ്യവസ്ഥകൾ തെറ്റിയിരിക്കുന്നത് അത് പാലിക്കാൻ നോക്കുക. ഈ വ്യവസ്ഥകൾ എങ്ങനെ എന്ന് വെച്ചാൽ നിങ്ങളുടെ മതഗ്രന്ഥങ്ങളിലൂടെയൊന്നും വ്യവസ്ഥകളൊന്നും പെട്ടെന്ന് കിട്ടൂല. എന്റെ മെസ്സേജുകൾ കേട്ടാൽ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. കാരണം എല്ലാ കാര്യങ്ങൾക്കും അതിന്റേതായ വ്യവസ്ഥകളുണ്ട്. ഇപ്പോ വ്യവസ്ഥകൾ എന്ന് ഞാൻ പറയുന്നത്, ഇപ്പൊ ഉദാഹരണത്തിന് ദേഷ്യം, അതിന് ദേഷ്യപ്പെടുന്നതിനൊരു വ്യവസ്ഥയുണ്ട്. അത് എത്ര വേണം, എങ്ങനെ വേണം, അതിനൊരു അളവ് പോലുണ്ട്. സ്നേഹിക്കുന്നതിന് ഒരു അളവ് പോലുണ്ട്, ദാനം ചെയ്യുന്നതിന് ഒരു അളവ് പോലുണ്ട്. ഈ അളവിനനുസരിച്ച് വേണം നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. എല്ലാ കാര്യത്തിലും, ആഹാരം കഴിക്കുന്നതില്, നമ്മൾ സ്നേഹിക്കുന്നതില്, സകലമായ കാര്യത്തിലും അതിന്റേതായിട്ടുള്ള ചില വ്യവസ്ഥകളുണ്ട്. ഇത് പഠിച്ച് മനസ്സിലാക്കി വേണം നമ്മൾ ചെയ്യാൻ. എവിടെയെങ്കിലും കുറഞ്ഞു പോയാലോ എവിടെയെങ്കിലും കൂടിപ്പോയാലോ അത് നമുക്ക് കറക്റ്റ് അല്ല. അപ്പൊ ഈ വ്യവസ്ഥയുടെ അല്ലെങ്കിൽ ഈ അളവ് എത്രയാണ്, എങ്ങനെ വേണം, എവിടെ വേണം, എത്ര വേണം, ആരടുത്ത് വേണം, ഇതൊക്കെ പഠിപ്പിക്കുന്നതാണ് ഈ വെള്ളം കയറി അല്ലെങ്കിൽ കഷ്ടത്തിലൂടെ നമ്മളെ പഠിപ്പിക്കും എന്ന് പറഞ്ഞിരുന്നത്. അപ്പൊ നമുക്കിത് അറിഞ്ഞുകൂടാതെ ഇരിക്കുമ്പോൾ നമ്മളെ ദൈവം കൈവിട്ട് കളഞ്ഞു അല്ലെങ്കിൽ നമ്മളെ രക്ഷിക്കാൻ ആരുമില്ല എന്നൊക്കെ തോന്നി പുകഞ്ഞു തള്ളുന്ന ചില അവസ്ഥകളിലേക്ക് എത്തും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ ഏതോ ഇപ്പൊ അനുഭവിക്കുന്ന ഈ വിഷയത്തിൽ ആ വ്യവസ്ഥ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കഷ്ടം വന്നിരിക്കുന്നത് എന്നുള്ള സത്യം തിരിച്ചറിയണം. അപ്പൊ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേര് ഉണ്ട്, എന്നെ പലരും വിളിക്കാറുണ്ട്. അപ്പം നിങ്ങൾ തിരിച്ചറിയേണ്ടത് ഈ സാമ്പത്തികമായി ബന്ധപ്പെട്ട് എവിടെയൊക്കെയോ എന്തൊക്കെയോ വ്യവസ്ഥകൾ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഒന്നുകിൽ പണം അനാവശ്യമായി കളയുന്ന സ്വഭാവക്കാരായിരിക്കും, ഇല്ലെങ്കിൽ പണം ആവശ്യത്തിന് ഉപയോഗിക്കാത്ത സ്വഭാവക്കാരായിരിക്കും. ചിലപ്പോൾ നാളത്തേക്ക് വേണ്ടി വിട്ടുകൂട്ടിക്കൊണ്ടിരിക്കും. സ്വന്തം കാര്യത്തിനോ സ്വന്തം കുടുംബത്തിനോ ആവശ്യത്തിന് പോലും പൈസ ചിലർ ചിലവാക്കൂല. ഇതും തെറ്റാണ്. കിട്ടുന്ന കാശ് ശേഖരിച്ച് വെക്കാതെ ദുർവിനിയോഗം ചെയ്ത് കളയുന്നതും തെറ്റാണ്. അപ്പൊ ഇങ്ങനെ എല്ലാ കാര്യത്തിലും സ്നേഹിക്കുന്നതിനും ഒരു ലിമിറ്റ് ഉണ്ട്. ഇപ്പൊ അമ്മയെ സ്നേഹിക്കുന്നു, അച്ഛനെ സ്നേഹിക്കുന്നു, ഭാര്യയെ സ്നേഹിക്കുന്നു, മക്കളെ സ്നേഹിക്കുന്നു, ഇതിനൊക്കെ ഓരോ അളവ് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം പഠിച്ച് കറക്റ്റ് ചെയ്താൽ മാത്രമേ അത് കറക്റ്റ് ആവുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് പറ്റൂന്ന് വെച്ചാൽ ഇതേപോലുള്ള കഷ്ടത്തിലൂടെ ഈ വ്യക്തിയെ ഞാൻ സ്നേഹിച്ചത് അബദ്ധമായി പോയി, അല്ലെങ്കിൽ എന്റെ അച്ഛനോട് ഞാൻ കാണിച്ചത് മണ്ടത്തരമായി പോയി, ഒരു അച്ഛനായാൽ പോലും നമ്മൾ ലിമിറ്റ് വെക്കേണ്ടത് എന്നൊക്കെ നാളൊരു കാലത്ത് നിങ്ങൾക്ക് പിടികിട്ടും. അപ്പൊ അങ്ങനെ പിടികിട്ടാൻ വേണ്ടിയിട്ടാണ് ചില സിറ്റുവേഷൻസിലൂടെയൊക്കെ നിങ്ങളെ കടത്തിക്കൊണ്ടു പോകുന്നത്. അപ്പൊ ഈ അറ്റാച്ച്മെന്റ് കട്ടാവുന്ന സന്ദർഭങ്ങൾ വരും, ഇല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകൾ കൂടുന്ന സന്ദർഭങ്ങൾ വരും. ഇതെല്ലാം അനുഭവത്തിലൂടെ നിങ്ങൾ ഇത് പഠിക്കാൻ വേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ആണ്. ഇതെല്ലാം മറ്റ് അദൃശക്തികൾ പ്ലാൻ ചെയ്ത് കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇനി ഈ ഭൂമിയിൽ സകലരെയും ദൈവം അങ്ങനെ പഠിപ്പിക്കാനായിട്ട് വിട്ടുകൊടുക്കും. ഇത്രയും നാൾ എന്ത് പഠിച്ചില്ലേ അല്ലെ പഠിപ്പിക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ അത് വളരെ ചെറിയ രീതിയിലാണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. കാരണം സാഹചര്യത്തിലൂടെ പതുക്കെ പഠിക്കട്ടെ എന്ന് വിചാരിച്ച് നീട്ടിക്കൊണ്ടു പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഇനി അങ്ങനെയല്ല, സ്ട്രിക്റ്റ് ആണ്. പെട്ടെന്ന് സകലരെയും പഠിപ്പിക്കും. എവിടെ തെറ്റുന്നു ആ സ്പോട്ടിൽ തന്നെ പല രീതിയിലും ചില പരീക്ഷണങ്ങളും പഠനങ്ങളും വന്നിരിക്കും. അപ്പൊ ഈ സമയത്തെല്ലാം നിങ്ങൾ തരണം ചെയ്ത് അതിനെ മുന്നോട്ട് വന്നിരിക്കും, അല്ലെങ്കിൽ വരണം എന്നതാണ്. ഇതിൽ നിന്നൊക്കെ നിങ്ങൾ രക്ഷപ്പെടുന്നു, അല്ലെ വെള്ളം നിങ്ങൾ കയറിയിട്ട് നിങ്ങൾ മരിക്കുന്നില്ല എന്ന രീതിയിൽ കാണിച്ചു തരുന്നത്. നിങ്ങൾ ഇതിന് രക്ഷപ്പെട്ട് കയറി വരും. ഒരു പ്രതീക്ഷ തരുന്നതാണ്. ചിലപ്പോൾ നമ്മൾ തകർന്നു പോകും. ചിലപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടായി പിരിഞ്ഞെന്നിരിക്കും. മക്കൾ ചിലപ്പം ഉപേക്ഷിച്ച് പോയെന്നിരിക്കും. ഇതൊക്കെ വരുന്നതെല്ലാം എവിടെയൊക്കെയോ നിങ്ങൾ ആ വ്യവസ്ഥ തെറ്റിയത് കൊണ്ട് നിങ്ങളെ പഠിപ്പിക്കുന്നതാണ്. അപ്പൊ എവിടെ തെറ്റി എന്ന് തിരിച്ചറിഞ്ഞിട്ട് ഞാൻ ഇത്രയും ചെയ്തത് അല്ലെ ഇങ്ങനെയൊക്കെ ചെയ്തത് അബദ്ധമായി പോയല്ലോ എന്ന് മനസ്സിലാക്കി ദൈവത്തോട് പശ്ചാത്തപിച്ചാൽ
ഈ പ്രശ്നത്തിൽ നിന്ന് ചിലപ്പോൾ തിരിച്ച് ഐക്യപ്പെട്ട് വരികയോ അല്ലെങ്കിൽ പഴയ പോലെയൊക്കെ ആയി വരികയോ ചെയ്യാം. ഏതാണ് ആ ലിമിറ്റ്, ആ അളവ് എത്രയായിരുന്നു, എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കി. ഇപ്പൊ എന്റെ മെസ്സേജ് കേട്ടാൽ കുറെ കാലം പിടികിട്ടും. അല്ലാതെയുള്ള കാര്യങ്ങളെല്ലാം ദൈവത്തോട് തന്നെ പ്രാർത്ഥിച്ചു നോക്കണം. ഒറ്റയ്ക്കിരുന്ന് ചോദിക്കണം, എവിടെ തെറ്റി, എത്രയായിരുന്നു വേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ചില കഥകളിലൂടെ, ചില സ്വപ്നങ്ങളിലൂടെ, നിങ്ങൾ തന്നെ ഒരു കഥാപാത്രമായ രീതിയിലൂടെ ചില തത്വങ്ങൾ നിങ്ങളെ പഠിപ്പിക്കും. ഇപ്പൊ പലരും എന്നെ ഈ വിളിച്ചിട്ട് ചോദിക്കുമ്പോൾ അവർ സ്വപ്നം കാണുന്നു, ഞാൻ ആ സ്വപ്നത്തിലുണ്ട്, അന്ന് അങ്ങനെ അവിടെ അങ്ങനെ സംഭവിച്ചു, അവരെ കണ്ടു, ഇവരെ കണ്ടു, പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞ് പലരും പറയുന്നുണ്ട്. ഇത് മിക്ക ദിവസങ്ങളിൽ ഇതാണ് ഞാൻ കേൾക്കുന്നത്. ഒന്നും പിടികിട്ടുന്നില്ല. അപ്പൊ ഞാൻ തിരിച്ചു മറിച്ച് അവരെ കൊണ്ട് തന്നെ ചിന്തിപ്പിക്കുമ്പോൾ ഇതാണല്ലേ കാര്യം എന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം ഈ ഒരു കഥ പോലെ, അല്ലെങ്കിൽ ഒരു ഉപനിഷത്ത് പോലെ, അല്ലെങ്കിൽ ഒരു ഉപമ പോലെ, ഒരു കഥ പോലെ ഇതിന്റെ അകത്തുനിന്ന് ചില തത്വങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുള്ളൂ. ഇതിന്റെ അകത്തുനിന്ന് നിങ്ങൾ നിങ്ങളുടെ അളവ് അല്ലെങ്കിൽ എവിടെയാണ് തെറ്റിയെന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടെത്തണം. ഇത് കണ്ടെത്താനാണ് ഇതിനെ പറഞ്ഞിരുന്നത്. ഇപ്പൊ ഞാനിത് ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞു തന്നാൽ പോലും നാളെ വേറെ സാധനം കാണിച്ചെന്നാൽ നിങ്ങൾക്ക് വീണ്ടും സംശയം വരും. ഇപ്പൊ നിങ്ങൾ തന്നെ ഒരു സ്വപ്നം കണ്ടിട്ട് ആ സ്വപ്നത്തിന്റെ അകത്തൊരു കഥയുണ്ട്. ഇപ്പൊ നമ്മൾ സിനിമ കാണുമ്പോൾ ആ സിനിമ മൊത്തം കണ്ടു കഴിഞ്ഞു, ഡാൻസ്, പാട്ട്, ഫൈറ്റ് ഒക്കെ കണ്ടിട്ട് നമ്മൾ അതിന്റെ അകത്തുനിന്ന് ഒരു കഥ എടുക്കൂലേ, പക്ഷെ അയാളത് അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, ഇയാൾ ഇങ്ങനെ ആയിരുന്നു പറയേണ്ടിയിരുന്നത്, ലാസ്റ്റ് ഇത് ഇങ്ങനെ ക്ലൈമാക്സ് ഇങ്ങനെ ആവണ്ടായിരുന്നു, അതിനെക്കാട്ടി നല്ലത് ഇതായിരുന്നു, ശരിക്കും ഈ സിനിമ നമുക്ക് നല്ലൊരു പാഠം തന്നു, ഇതിലൂടെ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലായി. ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് പോലെ നിങ്ങൾ കാണുന്ന സ്വപ്നത്തിലെ നിങ്ങൾ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ അതിന്റെ അകത്തുനിന്നൊരു തിയറി കിട്ടും. നിങ്ങളുടെ ആത്മാവ് തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ ഉപബോധ മനസ്സിന് നിങ്ങൾക്ക് പറഞ്ഞു തരും ഇതിങ്ങനെയായിരുന്നു, ഇത് അങ്ങനെയായിരുന്നു. കണ്ട ഉടനെ കണ്ടിട്ട് ഇതൊന്നും പിടിയിട്ടില്ല എന്ന് പറഞ്ഞ് കളഞ്ഞാൽ അത് നിങ്ങൾ കാണിക്കുന്ന മണ്ടത്തരമാണ്. പ്രകൃതി നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് ഇങ്ങനെ തരുന്നതാണ്. എവിടെയൊക്കെ നന്നാകണം, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ സാഹചര്യത്തിലൂടെ നിങ്ങൾക്കറിയാവുന്ന ആൾക്കാരിലൂടെയൊക്കെയാണ് സ്വപ്നത്തിലൂടെ കാണിച്ചു തരുന്നത്. അതിൽ നിന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കണം, വെറുതെ തള്ളിക്കളയരുത്. ഒന്നോ രണ്ടോ പ്രാവശ്യം വെറുതെ ഇരുന്ന് ആലോചിച്ചിരുന്നാൽ തന്നെ അതിന്റെ അകത്തുനിന്നുള്ള കാര്യം നിങ്ങൾക്ക് പിടികിട്ടും. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പൊ അങ്ങനെ ശ്രമിച്ചു നോക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ വരാൻ പോകുന്ന അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ വലിയ വലിയ പരീക്ഷണങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. കാര്യം പെട്ടെന്ന് കാര്യം പിടികിട്ടും, എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നുള്ളത് പെട്ടെന്ന് പിടികിട്ടും. കാര്യം 2 ദിവസം മുമ്പ് സ്വപ്നം കണ്ടിട്ടുണ്ട്, 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു സംഭവം വീട്ടിൽ സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഇത് വെച്ച് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ തന്നെ ഫസ്റ്റ് ചെയ്യേണ്ടത്, എന്തെങ്കിലും വിഷയം വന്ന് പുകഞ്ഞു അല്ലെങ്കിൽ ഇതിന്റെ കാരണം ഇതാണെന്ന് മനസ്സിലായാൽ ആദ്യം ചെയ്യേണ്ടത് സ്വന്തം ഉള്ളിലൂടെ തന്നെ സൃഷ്ടാവൻ ദൈവത്തോട് ക്ഷമ പറയുക. അല്ലെ, മാറ്റിത്തരണേ, പ്രശ്നം മാറ്റിത്തരണേ എന്നല്ല, എനിക്ക് കാര്യം മനസ്സിലായി, ഇനി ഞാനത് നോക്കിക്കോളാം, ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം, എന്നെ ഇനി കൂടുതൽ പരീക്ഷിച്ച് പഠിപ്പിക്കല്ലേ എന്നും പറഞ്ഞ് ഇനി അത് ഒരിക്കലും ഇങ്ങനെ ആവർത്തിക്കില്ല എന്ന് ദൈവത്തോട് തന്നെ നിങ്ങൾ ഉടമ്പടി മനസ്സുകൊണ്ട് ഒരു തീരുമാനം വെക്കണം. അങ്ങനെ വെക്കുമ്പോൾ തന്നെ ഈ പ്രശ്നം താനെ സോൾവ് ആവുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. ഇതൊക്കെ എന്റെ അനുഭവങ്ങളാണ്, എന്നെ പഠിപ്പിച്ചതാണ്, അതുകൊണ്ട് ധൈര്യമായിട്ട് പറഞ്ഞു തരുന്നത്. ഇനി പരീക്ഷണങ്ങൾ പറഞ്ഞതിന് മുന്നോടി തന്നെ പല കാര്യങ്ങൾ കാണിച്ചു തരുമ്പോൾ തന്നെ നിങ്ങൾ ഇത് മനസ്സിലാക്കിയിട്ട് ഇത് എനിക്ക് ഇങ്ങനെ കുഴപ്പമുണ്ട്, എനിക്കത് മാറ്റണം എന്ന് ഉറപ്പിച്ചിട്ട് നിങ്ങൾ ആ ഒരു ഭാഗം ക്ലിയർ ചെയ്താൽ, ആ ക്ലിയർ ചെയ്ത് നിങ്ങൾ അങ്ങോട്ട് ജീവിച്ചാൽ നിങ്ങൾക്ക് ആ വരുന്ന പരീക്ഷയെ അവിടെ ഇല്ലാതായി മാറും. അങ്ങനെ പരീക്ഷയെ നിങ്ങൾക്ക് വരില്ല. അപ്പൊ എത്രയും പെട്ടെന്ന് നമ്മൾ ആത്മീയമായി വളർന്നു വരിക. 2, എന്തെങ്കിലും കാണിച്ചു തരുന്ന ഈ സ്വപ്നങ്ങളെ വ്യാഖ്യാനിച്ച് അതിൽ നിന്ന് തത്വം മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ഈ ഭൂമിയിൽ വന്നു തുടങ്ങിക്കഴിഞ്ഞ ഈ പരീക്ഷണ ഘട്ടത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാം. ഇത് എല്ലാവർക്കും വരും. ഇപ്പൊ കഴിഞ്ഞ കാലത്ത് ഈ ഒരു ലെവൽ സ്ട്രിക്റ്റ് അല്ലാത്തത് കൊണ്ട് പലരെയും വെറുതെ സ്വതന്ത്രമായി വിട്ടേക്കുകയായിരുന്നു. ഇനി അങ്ങനെയല്ല, സകലർക്കും, നിരീശ്വരവാദികൾക്കാണെങ്കിലും എല്ലാ മതത്തിലുള്ളവർക്കൊക്കെ അതിൻ്റെതായ പരീക്ഷണങ്ങളും പഠിപ്പീരും വരും. കാരണം ദൈവത്തിന് വേണ്ടത് പഠിച്ച് പക്വത അല്ലെങ്കിൽ ആത്മീയ വളർച്ച വരുന്ന ആത്മാക്കളെയാണ് വേണ്ടത്. പുറമേ ഉള്ള ഡയലോഗുകളോ അല്ലെങ്കിൽ മതവിശ്വാസങ്ങളോ ഇതൊന്നും ഒരു വിഷയമേ അല്ല. പ്രകൃതിയിൽ വെച്ചിരിക്കുന്ന ഒരു ധർമ്മമുണ്ട്, ഒരു വ്യവസ്ഥയുണ്ട്. അതിലേക്ക് മനുഷ്യരെ കറക്റ്റായിട്ട് റെഡിയാക്കി കൊണ്ടുവരിക. എന്തായാലും ഈ ഭൂമിയിൽ ഇങ്ങനൊരു പഠിപ്പീര്, ഒരു പരീക്ഷണം തുടങ്ങിക്കഴിഞ്ഞു എന്നതാണ് ഈ വെള്ളം കയറി നശിക്കുന്നു എന്നതിന്റെ അടയാളമായി സ്വപ്നത്തിലൂടെ കാണിച്ചു തരുന്നത്. ഓക്കെ, ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്.